മുനമ്പം വഖഫ് ഭൂമി കേസ് ഇന്ന് വഖഫ് ട്രൈബ്യൂണൽ പരിഗണിക്കുകയാണ്. ഭൂമി വഖഫായി രജിസ്റ്റർ ചെയ്ത് ചോദ്യം ചെയ്ത് മുനമ്പം നിവാസികൾ സമർപ്പിച്ച ഹർജി ഫയൽ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനാണ് ഇത്. 3 പേരാണ് പുതിയതായി ഹർജി നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം തത്സമയം ചേരുകയാണ്. ദീപക്, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു ദീപക്? പറയൂ ദീപക്. SKN ഈ വിവാദമായ മുനമ്പം കേസ്, അതായത് വഖഫ് ഭൂമിയാണ് എന്നുള്ള വാദവുമായി ഒരു പക്ഷം എന്നാൽ അതേസമയത്ത് വഖഫ് ഭൂമിയല്ല, അവിടെ കുറേ വർഷമായി കൈവശാവകാശം വെച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞുള്ള മറുവാദം. അതിൽ ഇന്ന് വഖഫ് ട്രിബ്യൂണൽ വീണ്ടും കേസ് പരിഗണിക്കാൻ പോകുന്നു. നേരത്തെ കൊച്ചിയിൽ സിറ്റിംഗ് നടത്തിയിരുന്നു മുനമ്പം കേസിൻ്റെ കാര്യത്തിൽ. എന്നാൽ ഇന്ന് കോഴിക്കോട് ട്രിബ്യൂണലിൻ്റെ സിറ്റിംഗ് നടക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുനമ്പം നിവാസികളുടെ ഹർജിയുണ്ട്. അവർ ഈ കേസിൽ ഹർജിക്കാരായി വന്നിരിക്കുന്നു. 3 പേരുടെ ഹർജി, ആ ഹർജി ഇന്ന് പരിഗണിക്കുകയാണ്. അതായത് അവർക്ക് അവരുടെ ആവശ്യം ഇത് വഖഫ് ഭൂമിയല്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് പറവൂർ കോടതിയിലുള്ള രേഖകളുണ്ട് SKN. ആ രേഖകൾ ഉൾപ്പെടെ വിളിച്ചു വരുത്താൻ വേണ്ടി വഖഫ് ബോർഡ് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമാകുന്നത് ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നിർണായകമായ ഒരു ദിവസം, അതായത് ഈ വഖഫ് ട്രിബ്യൂണലിനെ സംബന്ധിച്ചിടത്തോളം ഈ മുനമ്പം കേസിൽ അറിയാവുന്നതാണ് SKN, വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദത്തിന് പോലും ഈ മുനമ്പം ഭൂമി പ്രശ്നം ഇടയാക്കിയതാണ്. കേന്ദ്രമന്ത്രി ഉൾപ്പെടെ അവിടെ വരികയും ഒക്കെ ചെയ്തതാണ്. അത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും എന്നുള്ളതാണ് വസ്തുത. അതിലാണ് ഇന്ന് നിർണായകമായ ഈ മുനമ്പം നിവാസികളുടെ കക്ഷി ചേരൽ ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന ഹർജി ഇന്ന് കോടതി പരിഗണിക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.